എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രതീക്ഷ വെച്ചും ആശങ്കപ്പെട്ടും മുന്നണികൾ നിൽക്കുന്നു. തുടർച്ചയായ മൂന്നാം തവണയും ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിലെത്തുമെന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളുടെയും പ്രവചനം. ഇന്ത്യ സഖ്യത്തിന് പരമാവധി സീറ്റുകൾ വരെയാണ് പ്രവചിക്കുന്നത്. കേരളത്തിൽ UDF ആധിപത്യമെന്ന് സർവേകൾ വ്യക്തമാക്കുമ്പോൾ ബി.ജെ.പി അക്കൗണ്ട് തുറന്നേക്കുമെന്നും ഒക്കെ സർവേകൾ പറയുന്നതും. വിവരങ്ങളുമായി ER രാഗേഷ് ആദ്യം ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. രാഗേഷ്, വീണ്ടും നരേന്ദ്രമോദിക്ക് ഊഴം, അതാണ് രാജ്യത്തിന്റെ ജനവിധി എന്നാണല്ലോ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളിലും എനിക്ക് തോന്നുന്നു ഒരു എക്സിറ്റ് പോൾ ഫലം ഒഴികെ ബാക്കിയെല്ലാം NDA അധികാരത്തിലെത്തുമെന്ന് കൃത്യമായും വ്യക്തമാക്കുന്നു. ഇന്ത്യ മുന്നണി എന്നുള്ള ഒരു സഖ്യം രൂപപ്പെടുന്നു. അത് രാജ്യത്തുടനീളം മത്സരത്തിനിറങ്ങുന്നു NDAക്കെതിരെ. അത്രയും പ്രതീക്ഷ പുലർത്തി ഇന്നലെ യോഗം ചേരുന്നു. അതിനുശേഷം തുടർ ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ വലിയ തോതിലുള്ള ഡെവലപ്മെന്റുകൾ ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. അപ്പോൾ ഈ NDAക്ക് മുന്നിൽ കാര്യമായിട്ടുള്ളൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ വിലയിരുത്തേണ്ടി വരില്ലേ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന? മാത്രമല്ല, ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം, 2004 എക്സിറ്റ് പോളുകളെല്ലാം അമ്പെ പരാജയപ്പെട്ടതാണ്. അത് ഓർമ്മയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. എൽദോ, എക്സിറ്റ് പോളുകൾ ശരിവെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രവചനം അതുപോലെ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ കേന്ദ്രത്തിൽ വീണ്ടും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വരും. എൽദോ സൂചിപ്പിച്ച പോലെ ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷ പങ്കുവച്ചിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ യോഗം ഡൽഹിയിൽ ചേർന്നിരുന്നു. ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് മല്ലികാർജ്ജുൻ ഖാർഗെ, AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയത് ഇന്ത്യ സഖ്യം 295 സീറ്റ് നേടുമെന്നാണ്. ഏതായാലും ആ പ്രതികരണത്തിൽ തൊട്ടു പിന്നാലെയാണ് എക്സിറ്റ് പോളുകൾ പുറത്തു വന്നത്. ആ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ NDAക്ക് തുടർച്ചയായ ഹാട്രിക് നൽകുന്നതായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ. പ്രത്യേകിച്ച് BJPയുടെ ഇത്തവണത്തെ മുദ്രാവാക്യം തന്നെ 400-ന് മുകളിൽ സീറ്റുകൾ നേടുമെന്നാണ്. പക്ഷേ ഈ പുറത്തു വന്ന സർവേകളിൽ 3 സർവേകളെങ്കിലും BJPക്ക് 400-നടുത്ത് സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട്. അതായത് 370 മുതൽ 400 സീറ്റ് വരെ NDAക്ക് ലഭിക്കാം എന്ന പ്രവചനം നടത്തിയിരുന്നു. അതുമാത്രമല്ല, ഏതാണ്ട് 10 സർവേകൾ BJPക്ക് NDA സഖ്യത്തിന് 350 സീറ്റുകൾ പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് തുടർച്ചയായ മൂന്നാം തവണയും കേന്ദ്രത്തിൽ BJP തന്നെ അധികാരത്തിലെത്തുമെന്ന്, വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്ന് തന്നെയായിരുന്നു പ്രവചനങ്ങൾ. ഏതായാലും നിലവിലെ എക്സിറ്റ് പോളുകളൊക്കെ തന്നെ കോൺഗ്രസ് തള്ളിക്കളയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ ചർച്ചകളിലൊന്നും തന്നെ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തില്ല. ഈ എക്സിറ്റ് പോൾ ചർച്ചകളൊക്കെ തന്നെ കോൺഗ്രസ് നേതൃത്വം ബഹിഷ്കരിക്കുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വിശ്വസിക്കുന്നില്ല എന്ന പ്രതികരണമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ശശി തരൂർ തന്നെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കും, BJP അക്കൗണ്ട് തുറക്കുമെന്നായിരുന്നു ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പറഞ്ഞിരുന്നത്. അപ്പോൾ ശശി തരൂർ തന്നെ പ്രതികരിച്ചിരിക്കുന്നത് ഒട്ടും ശാസ്ത്രീയമല്ല ഈ എക്സിറ്റ് പോളുകൾ എന്ന പ്രതികരണം ശശി തരൂരിന്റെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. ഏതായാലും എക്സിറ്റ് പോളുകൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ മേഖലകളിലും വലിയ മുന്നേറ്റം BJP നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ BJPയുടെ മുന്നേറ്റം പ്രകടമാണ്. കേരളത്തിൽ 3 സീറ്റുകൾ വരെ കിട്ടും എന്ന പ്രവചനം എക്സിറ്റ് പോളുകൾ നടത്തുന്നുണ്ട്. തമിഴ്നാട്ടിലും സമാനമായ രീതിയിൽ 4 സീറ്റുകൾ വരെ NDAക്ക് ലഭിക്കാമെന്നാണ് എക്സിറ്റ് പോളുകൾ വ്യക്തമാക്കുന്നത്. ഒപ്പം കഴിഞ്ഞ തവണ സീറ്റുകൾ നേടാതെ പോയ സംസ്ഥാനമാണ് ആന്ധ്ര. 2014 TDPയുമായുള്ള സഖ്യത്തിൽ BJPക്ക് അവിടെ സീറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ